താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ്. പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് സ്വാഭാവികമായും ഉണ്ടാകുവാനിടയുള്ള ഒരു സംശയം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുള്ളതായ സംശയം, അതാരായിരുന്നാലും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ആ സംശയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ സംശയത്തോടെ എന്നെ കേൾക്കുന്നവരുണ്ട്. എന്താ ലാഘടിപ്പിക്കാതെ സംശയം പറയാനോ? സംശയം ഇതാണ്: എൻ്റെ പ്രാർത്ഥന ശരിയായ രീതിയിലാണോ? ചിന്തിച്ചിട്ടില്ലേ? എത്രയോ പ്രാവശ്യം പ്രാർത്ഥനകൾക്ക് മറുപടി താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പല പല പ്രസംഗങ്ങളിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പല പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മൾ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ദൈവം പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രാർത്ഥന, അയ്യോ അത് പാടല്ലേ. ഈ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാ അളവുകോലുകളും വച്ച് ക്രമീകൃതമായൊരു പ്രാർത്ഥന വലിയ പാടാ. അങ്ങനെ ഡൗട്ടുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ സമീപിക്കുന്നത്. എനിക്കൊരു വിഷയമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ വിഷയത്തിന് മറുപടി പ്രാപിച്ചു തരിക. അപ്പോൾ ഈ സംശയത്തിനുള്ള ഉത്തരവാണ് എങ്ങനെ ശരിയായി ദൈവത്തെ പ്രസാദിപ്പിക്കും വിധത്തിൽ പ്രാർത്ഥിച്ച് നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ കഴിയും. ഒത്തിരി പേർ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുമ്പോൾ അവരോട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ സംശയം ഇതാണ്: ദേവദാസനെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കൊരു സംശയം, എൻ്റെ പ്രാർത്ഥന ശരിയായ രീതിയിലല്ല, എന്തോ കുഴപ്പമുണ്ട്, എനിക്കെന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. അവർക്കൊക്കെ പല പല മറുപടിയും അവരുടെ അവസ്ഥ അനുസരിച്ച് കൊടുക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ ഒത്തിരി പേർ ചോദിക്കുന്നത് കൊണ്ട്, നിങ്ങൾക്കും ആ സംശയമുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് പുതുതായി വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവർ, മറ്റു മതങ്ങളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിലൂടെ ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്ന് കണ്ട് വരുന്നവർ, അവർക്ക് ശരിക്കും അറിയത്തില്ല എങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരത്തിനായി ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന 3 വചനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള, അല്ലെങ്കിൽ ഒരു അധ്യായത്തെ അടിസ്ഥാനമാക്കിയുള്ള, ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രാർത്ഥനയാണ്. ആ 3 വചനങ്ങളും ആ പ്രാർത്ഥനയും പറഞ്ഞതിന് ശേഷം എങ്ങനെ ആ പ്രാർത്ഥന വിടുതലിന് കാരണമായി മാറും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു വിഷയത്തിന് എങ്ങനെ ഈ പ്രാർത്ഥനയിലൂടെ വിടുതൽ ലഭിക്കും, അതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി ആ കാര്യവും നിങ്ങളോട് പങ്കുവെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഒന്നാമതായി ആ 3 വാക്യങ്ങൾ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്നാമത്തെ വാക്യം ഇതാണ്: യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം തന്നെ. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. 11:43 2-ാമത്തെ വാക്യമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അടുത്ത 3-ാമത്തെ വാക്യം 45. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. ഈ 3 വാക്യങ്ങളും ഓർത്തിരിക്കുക. ആ അധ്യായം നല്ലതുപോലെ വായിക്കുക, പ്രത്യേകിച്ച് ആ സംഭവം. തുടർന്ന് പ്രാർത്ഥന ഇതാണ്, ശ്രദ്ധിക്കുമല്ലോ. യേശുവേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വാഗ്ദത്തം ചെയ്ത് മരിച്ച് കല്ലറയിലായി നാറ്റം വച്ച ലാസറിനെ ഉയർപ്പിച്ച് അവൻ്റെ മരണം കണ്ടവർ അങ്ങിൽ വിശ്വസിക്കുവാൻ തക്കവിധം അങ്ങയുടെ നാമം ഉയർത്തിയ കർത്താവേ, ഞാൻ അങ്ങയുടെ വാഗ്ദത്തം വിശ്വസിക്കുന്നു. ഞാനായിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് എൻ്റെ കഷ്ടത കാണുന്നവർ അങ്ങിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ നാമം ഉയർത്തേണമേ. അപ്പോൾ മനസ്സിലായല്ലോ, പ്രാർത്ഥന ഇതാണ്. ഒരിക്കൽ കൂടി ഞാൻ ആ പ്രാർത്ഥന പറയാം, ശ്രദ്ധിക്കുക. അതിനുശേഷം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയാം. യേശുവേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വാഗ്ദത്തം ചെയ്ത് മരിച്ച് കല്ലറയിലായി നാറ്റം വച്ച ലാസറിനെ ഉയർപ്പിച്ച് അവൻ്റെ മരണം കണ്ടവർ അങ്ങിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ നാമം ഉയർത്തിയ കർത്താവേ, ഞാൻ അങ്ങയുടെ വാഗ്ദത്തം വിശ്വസിക്കുന്നു. ഞാനായിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് എൻ്റെ കഷ്ടത കാണുന്നവർ അങ്ങിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ നാമം അവരുടെ മധ്യേ ഉയർത്തേണമേ. അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ എങ്ങനെയാണ് നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും വിടുതലാകാതെ ഇരിക്കുന്ന ആ വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ പ്രസംഗങ്ങളിലൂടെ ഒത്തിരി കേട്ടിട്ടുള്ള, ബൈബിൾ വായിച്ച് ഒത്തിരി മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാതെ എങ്ങനെയാണ് ഈ പ്രാർത്ഥനയിലൂടെ വിടുതൽ സംഭവിക്കുന്നത്? അപ്പോൾ ഈ പ്രാർത്ഥനയിൽ
ഈ പറഞ്ഞ നിങ്ങൾ പ്രസംഗങ്ങളിലൂടെ കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, വചനത്തിലൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതിനായി നിങ്ങൾ ഈ സംഭവം വ്യക്തമായി മനസ്സിലാക്കുക. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം. അവിടെ സംഭവം എന്താണ്? ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് 2 സഹോദരിമാർ ഒരാളെ പറഞ്ഞയക്കുകയാണ്. ആളെ പറഞ്ഞയക്കുവാനുള്ള കാരണം ഇതാണ്: ആ സഹോദരിമാരുടെ സഹോദരൻ ദീനമായി കിടക്കുന്നു. അതുകൊണ്ട് യേശു വേഗത്തിൽ വന്ന് അവനെ സൗഖ്യമാക്കണം, ആ പനിയിൽ നിന്ന് വിടുവിക്കണം. ഈ സഹോദരിമാർക്ക് അങ്ങനെ ആളയച്ച് യേശുവിനെ വിളിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ രോഗം ബാധിച്ചു കിടക്കുന്ന ലാസർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രിയ സ്നേഹിതനാണ്. ഒപ്പം തന്നെ ഈ സഹോദരിമാർ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആവലോടെ ആരായുന്ന, ഒപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കലിരിക്കുന്ന സഹോദരിമാരാണ്. യേശു ക്രിസ്തുവിന് പ്രിയപ്പെട്ട കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ തങ്ങളുടെ ഭവനത്തിൽ കടന്നു വരും, തങ്ങളുടെ സഹോദരനെ സൗഖ്യമാക്കും. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ പലപ്പോഴും നമ്മൾ സങ്കടത്തോടെ നിരാശയോടെ പറയുന്ന പ്രാർത്ഥന ദൈവം കേട്ടില്ല. അതെ, അത് തന്നെ സഹോദരിമാരുടെ ജീവിതത്തിൽ സംഭവിച്ചു. കർത്താവായ യേശു ക്രിസ്തു വന്നില്ല എന്ന് മാത്രമല്ല, അവനായിരുന്ന സ്ഥാനത്ത് തന്നെ 2 ദിവസം കൂടെ തുടർന്ന് അവൻ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തു. ഈ സമയം തൻ്റെ പ്രാണസ്നേഹിതനായ ലാസർ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. ആ വേദനയിലായിരിക്കുന്ന 2 സഹോദരിമാർ മരിച്ചു 4 നാളായ ആ മരണ വീട്ടിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരികയാണ്. കർത്താവായ യേശു ക്രിസ്തു വരുന്നു എന്ന് അറിഞ്ഞ മാത്രയിൽ തന്നെ തങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തങ്ങളുടെ ഭവനത്തിലേക്ക്, ലാസർ, മാർത്ത, മറിയ ഇവർ വസിക്കുന്ന ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെ അവനെ ശുശ്രൂഷിക്കുമോ, എന്തൊക്കെ അവന് വേണ്ടി ചെയ്യുമോ അതേ ഭാവത്തോടെ സഹോദരിമാർ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. വലിയ പാടുള്ള കാര്യമാണ് അല്ലേ? നമ്മളാണെങ്കിൽ അയ്യോ പറയണ്ട, കർത്താവിനെ കുറിച്ച് പറയുന്നവരെയും വിടത്തില്ല. വന്നിരിക്കുന്നു, എല്ലാം കഴിഞ്ഞ് വലിയ പ്രാർത്ഥനക്കാരാ, ഇപ്പം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് റെഡിയാക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ട് അല്ലേ? പക്ഷേ സഹോദരിമാർ അങ്ങനെയല്ല, മാർത്ത മറിയ സഹോദരിമാർ അങ്ങനെയല്ല. അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഭവനത്തിനകത്തേക്ക് കടന്നു ചെല്ലുന്നതിന് പകരം അവരുടെ പ്രിയപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹിതനെ വച്ചിരിക്കുന്ന കല്ലറയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ പിറുപിറുക്കുന്ന, പരാതിയും പരിഭവവും പറയുന്ന ഒത്തിരി യഹൂദന്മാർ. യേശുവിൻ്റെ സ്നേഹിതനാണ് ഈ കല്ലറയ്ക്കകത്ത് കിടക്കുന്നവൻ. കുരുടന് കാഴ്ച കൊടുത്തവനാണ് യേശു. ആ യേശുവിന് നിസാരമായിട്ട് ഇവൻ്റെ പനി മാറ്റാൻ കഴിയുമായിരുന്നു, എന്നിട്ട് മാറ്റിയില്ല. ഭയങ്കര ദൈവം. അപ്പോൾ യേശു എന്ന് പറഞ്ഞ ഭയങ്കര സംഭവം എന്നാ. എന്നിട്ട് പള്ളി നിനക്ക് പ്രാർത്ഥിക്കുന്ന, നിനക്ക് ആരാധിക്കുന്ന, നിനക്ക് എന്തു കിട്ടി? ഇങ്ങനെ ചോദിക്കുന്ന യഹൂദന്മാർ വിശ്വസിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് വിശ്വസിച്ച, മരിച്ച് 4 നാളായി നാറ്റം വെച്ച ലാസർ ഉയർക്കുമെന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് വിശ്വസിച്ച സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് കല്ലറയിൽ നിന്ന് ലാസർ എന്ന സഹോദരനെ, ലാസർ എന്ന സുഹൃത്തിനെ യേശു പുറത്തു കൊണ്ടുവരുന്നു. ഇതാണ് ആ സംഭവം. നോക്കൂ, ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന പ്രാർത്ഥന ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തെ പ്രസാദിക്കും വിധത്തിൽ എന്തൊക്കെയുണ്ട്? ഒന്ന്, അവർ ദൈവനാമ മഹത്വത്തിനായി കാത്തിരിക്കുവാൻ തയ്യാറാകുന്നു. 11-ാം അധ്യായം 6-ാമത്തെ വാക്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോകുന്നില്ല. അതിന് കാരണമായിട്ട് കർത്താവ് പറയുന്നത് 4-ാമത്തെ വാക്യത്തിൽ 11:4 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് വേണ്ടി അവർ കാത്തിരിക്കുവാൻ തയ്യാറാകുന്നു. കാത്തിരിപ്പ് അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരോടെങ്കിലും അറിയിക്കുന്നു. പലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാം വിചാരിക്കുന്നത് നടക്കാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യമായി, കോപമായി, ഇനി ഈ ദൈവം വേണ്ട, ഇനി എനിക്ക് പ്രാർത്ഥിക്കാൻ വയ്യ, ഇനി ഒരുത്തരും എനിക്ക് വേണ്ട, അല്ലേ? ഇനി കൂടുതൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരണമല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ എന്തുകൊണ്ട് കാത്തിരിക്കുവാൻ കഴിയുന്നില്ല? കാത്തിരിക്കുവാൻ കഴിയണമെങ്കിൽ നമ്മളൊന്നുമല്ല, മീൻസ് താഴ്ത്തുവാൻ നമ്മൾ തയ്യാറാകണം. എപ്പോഴാണ് കാത്തിരിക്കാൻ നമുക്ക് കഴിയുന്നേ? ഒരു ഡോക്ടറിനെ നോക്കി നേരത്തെ പോയി ടോക്കണും എടുത്തു വെച്ച് കാത്തിരിക്കുന്നേ, ഡോക്ടറുടെ മുമ്പിൽ നമ്മളൊന്നുമല്ല. ഒരു സർക്കാർ ഓഫീസിൽ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പോയി ആ ഉദ്യോഗസ്ഥൻ വരുന്നതുവരെ, നമ്മളെ വിളിക്കുന്നതുവരെ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാ? അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല. നമ്മുടെ ആവശ്യമാണ് വലുത്. അത് നിവർത്തിച്ച് തരുവാൻ
അദ്ദേഹത്തിനെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുവാൻ തയ്യാറാകും. പക്ഷേ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മളാണ് വലിയവർ. കാത്തിരിക്കാനും ദൈവത്തിൻ്റെ സമയം വരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ഉടനെ, ഞാൻ പ്രാർത്ഥിച്ച ഉടനെ എനിക്ക് ഇനി കിട്ടണം. താഴ്മയില്ല. താഴ്ത്തുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും. ആദ്യം വേണ്ടത് താഴ്മ. അപ്പോൾ ഈ പ്രാർത്ഥിച്ച് തുടങ്ങും മുമ്പേ താഴ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ദൈവസന്നിധിയിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞ് താഴ്ത്തുവാൻ തയ്യാറാകുക. അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. ആ താഴ്ത്തുന്ന അവസ്ഥ, ഞാനൊന്നുമില്ല അപ്പാ, ഞാൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ പോലും യോഗ്യനല്ല. രണ്ടുപേർ പ്രാർത്ഥിക്കുവാൻ പോയി, പരീക്ഷനും ചുങ്കക്കാരനും. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പ്രാർത്ഥിച്ച് പറഞ്ഞേ? സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ കഴിയാതെ തലകുനിച്ച് ഞാൻ ഏതുമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നീതീകരിക്കപ്പെട്ട് മടങ്ങി. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു എന്താ പറയുക? തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ദൈവം ഉയർത്തും. അപ്പോൾ ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുന്നവന് മാത്രമേ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുവാൻ കഴിയത്തുള്ളൂ. മാർത്ത മറിയമാർ അവിധത്തിൽ താഴ്ത്തിയവരായിരുന്നു. അവർ ദൈവപ്രവൃത്തിക്കായി കാത്തിരുന്നു. അതുകൊണ്ട് മരിച്ചുപോയ, ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന് ലോകം അവരെ പഠിപ്പിച്ച, അറിവ് അവരെ പഠിപ്പിച്ച അവരുടെ സഹോദരൻ തിരിച്ചു വന്നു. ലോകം പറഞ്ഞു തരും, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല, നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ പഠിപ്പിക്കും, ഇനി നടക്കത്തില്ല, അത് പോയി, ഇനി അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങൾ താഴ്ത്തുവാൻ, ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ലോകം നിങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ തെറ്റെന്ന് നിങ്ങൾ സാക്ഷ്യം പറയും. യേശുവിൻ നാമത്തിൽ. 2 വേഗത്തിൽ വരട്ടെ. അവസ്ഥ നോക്കാതെ അവർ യേശുവിൽ വിശ്വസിച്ചു. 11-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ലാസർ മരിച്ചു 4 ദിവസമായി. എന്നിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് അവർ വിശ്വസിച്ചു. നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു, അല്ലേ? ആ ജോലി ഉണ്ടായിരുന്നു. ജോലി സ്ഥലത്ത് പ്രശ്നം തുടങ്ങിയപ്പോഴാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയത്. അവിടെ വിരോധമായി ഗൂഢാലോചനകൾ തുടങ്ങിയപ്പോഴാണ്, ചിലർ ശത്രുക്കളായി എഴുന്നേറ്റപ്പോഴാണ് പ്രാർത്ഥിച്ചു തുടങ്ങി, അല്ലേ? എന്തോ പ്രശ്നമുണ്ട്, അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങി, അല്ലേ സഹോദരി? ഭർത്താവ് പഴയതുപോലെ അല്ല, എന്തോ പ്രശ്നമുണ്ട്, പഴയതുപോലെ സ്നേഹമില്ല, പഴയതുപോലെ സംസാരിക്കുന്നില്ല, എന്തൊക്കെയോ സംതിങ് റോങ്, അല്ലേ? അത് തിരിച്ചറിഞ്ഞാൽ പ്രാർത്ഥിച്ചു തുടങ്ങിയത്. താമസിച്ച് വരുന്നു, ഇപ്പോൾ പ്രാർത്ഥിച്ച് ഇപ്പം വരുന്നുമില്ല, എല്ലാം പോയി, അല്ലേ സഹോദരൻ? ഇപ്പം വിളിക്കുന്നുമില്ല. നേരത്തെയൊക്കെ വിളിക്കുമായിരുന്നു, ഇപ്പോൾ ഭാര്യ വിളിക്കുന്നുമില്ല. പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയത്. പ്രാർത്ഥന കൂടി വന്നപ്പോൾ ഇപ്പം ഫോൺ കോളും ഇല്ല. ഭാര്യയുടെ വീട്ടുകാർ പോലും ഇപ്പോൾ സംസാരിക്കാതെയായി. ഇപ്പം ഡോക്ടറും കൈവിട്ടു. ആദ്യമൊക്കെ ഡോക്ടറിന് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, രക്ഷപ്പെടും, നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. ഇപ്പോൾ ഡോക്ടറും കൈ പലർത്തി. അവരെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നതാ, കുഴപ്പമില്ല, ശരിയാവും, നിങ്ങളുടെ മക്കളെക്കുറിച്ച്, അല്ലേ? അപ്പോഴാണ് പ്രാർത്ഥന തുടങ്ങിയേ. കർത്താവേ, ആ കൂട്ടുകെട്ടിൽ പെട്ടുപോകരുത്, മദ്യപാനം അവർ ശീലമാക്കി മാറ്റരുത്, അവർ പരാജയപ്പെട്ടു പോകരുത്, അവർക്ക് ജോലി കിട്ടണം, ഇങ്ങനെ നാണം കെട്ട് അവർ ജീവിക്കാൻ ഇടവരരുത്. പക്ഷേ പ്രാർത്ഥന തുടങ്ങി, കുടിക്കൊരു കുറവുമില്ല. അല്ല എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അരിയേഴ്സ് അഡ്മിഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല. ആ സ്ഥാപനം ഒരുവിധം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാ, മറിച്ചും തിരിച്ചും. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ. ബൈബിളും മടക്കി, ഇനി വേണ്ട എന്ന് പറയേണ്ട അതേ അവസ്ഥ. ആ അവസ്ഥയിലും ആ സഹോദരിമാർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. പ്രിയരെ, നിങ്ങളുടെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കഴിയുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഓ താങ്ക് ഗോഡ്. ആ കല്ലറ തുറക്കും. അത് നിങ്ങൾക്ക് കല്ലറയായിരിക്കാം, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തതായിരിക്കാം. ആ ജോലി ഇനി കിട്ടത്തില്ല, ആ രാജ്യത്ത് ഇനി എനിക്ക് തുടരുവാൻ കഴിയത്തില്ല. സഹോദര, നിന്നോടാ, എൻ്റെ ഭാര്യ ഒരിക്കലും മടങ്ങി വരത്തില്ല, ഭർത്താവ് ഇല്ല, നഷ്ടപ്പെട്ടു പോയി, മക്കളുടെ ജീവിതം ഇനി നേരെ ആകത്തില്ല, അവരുടെ സന്തോഷം കാണുവാൻ എനിക്ക് കഴിയത്തില്ല, എൻ്റെ ആരോഗ്യം ഇല്ല, ഞാൻ രോഗിയായി തന്നെ മരണപ്പെടും, ഞാൻ കടക്കാരനായി തന്നെ എൻ്റെ ജീവിതം അവസാനിക്കും. അതെ, ഈ അവസ്ഥയിലും നീ തിരിച്ചറിഞ്ഞ ഈ അവസ്ഥയിലും എൻ്റെ കർത്താവിൽ വിശ്വസിക്കുവാൻ നിനക്ക് കഴിയുമോ? അസാധ്യമെന്ന് നീ കരുതുന്നതിനെ എൻ്റെ ദൈവം സാധ്യമാക്കി. ഓ താങ്ക് ഗോഡ്. ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് ഇന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അസാധ്യമെന്ന് ലോകം പറയുന്നതിനെ സാധ്യമാക്കി തീർക്കുക. 3-ാമത്തെ കാര്യം, ഈ വിടുതൽ അത് നിങ്ങൾക്കല്ല, ദൈവനാമ മഹത്വത്തിനായിട്ടാണെന്ന് തിരിച്ചറിയുക. മാർത്ത മറിയമാർ തിരിച്ചറിയുകയാണ്, അല്ലെങ്കിൽ തിരിച്ചറിയുവാൻ വേണ്ടി ആദ്യമേ തന്നെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഈ ദീനം, ലാസറിൻ്റെ ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടിയത്രേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്
നിങ്ങളായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് വിടുതൽ നൽകണം. എങ്ങനെ? നിങ്ങൾക്ക് ജോലി നൽകണം, ജോലി സാഹചര്യങ്ങൾ അനുകൂലമാക്കി നൽകണം, തലമുറകളുടെ ഭാവി അനുഗ്രഹിക്കണം, അവർക്ക് വിവാഹം നടക്കണം, അല്ലേ? അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരണം, റിസൾട്ട് ഉണ്ടാകണം, ഭർത്താവ് മടങ്ങി വരണം, ഭാര്യ മടങ്ങി വരണം, കുടുംബജീവൻ സന്തോഷമായി മുൻപോട്ട് പോകണം, സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയണം, രോഗം സൗഖ്യമാകണം, കടം മാറണം, വസ്തു വാങ്ങണം. നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത് അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, എൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ ചെയ്യും. ഓ താങ്ക് ഗോഡ്. ശ്രദ്ധിക്കണമേ, അത് നിങ്ങൾക്ക് വേണ്ടിയല്ല. ആ ജോലി സഹോദര നിനക്ക് കർത്താവ് തരുന്നത് നിനക്ക് വേണ്ടിയല്ല, എൻ്റെ അപ്പൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാ. അതേന്നേ, നിന്റെ ഭർത്താവ് മടങ്ങി വന്ന് നിന്നോടൊപ്പം സന്തോഷമായി ജീവിക്കുവാൻ പോകുന്ന സഹോദരി നിനക്ക് വേണ്ടിയല്ല, എൻ്റെ അപ്പൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാ. നിന്റെ ഭാര്യ മടങ്ങി വരുന്നത് എൻ്റെ അപ്പൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാ. നിന്റെ രോഗം നിന്നെ വിട്ട് മാറുന്നത്, അതേ നീ ആശുപത്രി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് നിനക്ക് വേണ്ടിയല്ല, എൻ്റെ അപ്പൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാ. നിന്റെ തലമുറകൾ ആ രാജ്യത്ത് കടന്നു പോകുന്നത്, അവർ ജയിക്കുന്നത്, അവർക്ക് ആ തൊഴിൽ കിട്ടുന്നത്, അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്, ഓ അതേന്നേ, അവർക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയല്ല, എൻ്റെ അപ്പൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി അത്രേ. നീ കടം കയറി ആത്മഹത്യ ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പിൽ വഴികൾ തുറന്നു തരുന്നത് അത് നിനക്ക് വേണ്ടിയല്ല, എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി അത്രേ. നീ ആ ദേശത്തിൽ ഓടിക്കുവാൻ നോക്കുന്നവരുടെ മുൻപിൽ താമസിച്ച്, അതേ ആ ദേശത്തിൽ തന്നെ, അത് നീ ജനിച്ചു വളർന്ന ആ സ്ഥലമായിരിക്കാം, നീ വാങ്ങിയ സ്ഥലമായിരിക്കാം, നീ ജോലിക്കായി പോയ സ്ഥലമായിരിക്കാം, അവിടെ നീ നിലനിന്ന്, അതേ നിലനിൽക്കുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് തരുന്നത് നിനക്ക് വേണ്ടിയല്ല, അതിലൂടെ അവൻ്റെ നാമം ഉയരുവാൻ വേണ്ടി അത്രേ. അപ്പോൾ എന്തിനാ കർത്താവ് ചെയ്യുന്നത്? അവൻ്റെ നാമം ഉയരുവാൻ വേണ്ടി. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്ന ഒരാൾ, അയാൾക്കൊരു 10 രൂപ അല്ലെങ്കിൽ 100 രൂപ കൊടുക്കുന്നു. എന്തിനാ? ആഹാരം കഴിക്കാൻ. ഭിക്ഷക്കാരൻ ചോദിക്കുകയാണ്, അമ്മ തായേ ഒന്നും കഴിച്ചില്ല, 10, 20, 100 കൊടുക്കുന്നവർ കാണോ? അതെ, 100 കൊടുത്തോ, അല്ലെങ്കിൽ കൂടുതൽ കൊടുത്തോ. അതുപോലെയാണോ നിങ്ങളുടെ വിശപ്പ് മാറാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്നത്? ഇത് തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അവൻ്റെ നാമം ഉയരുവാനാണ്. ആ തിരിച്ചറിവ് വേണം. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, എൻ്റെ ഈ വിഷയത്തിന് കർത്താവ് മറുപടി തരുവാൻ പോകുന്നത് എനിക്ക് വേണ്ടിയല്ല, അവൻ്റെ നാമം ഉയരുവാൻ വേണ്ടി അത്രേ. ഇതുവരെയും ഞാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോഴൊക്കെയും എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചത് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ അനേകരിലൂടെ അവൻ്റെ നാമം ഉയരുവാനത്രേ. എന്നെ അറിയുന്ന അനേകരിലൂടെ അവൻ്റെ നാമം ഉയരുവാനത്രേ. അത് കണ്ട് അനേകർ അവനിൽ വിശ്വസിക്കണം. ആ യഹൂദന്മാർ വിശ്വസിച്ചു. കല്ലറയിലായി. അവിടെ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുക. കാത്തിരിക്കേണ്ടി വരുന്നത് പലരും അറിയണം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ലോകത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയാത്തൊരു ദൈവമുണ്ടെന്ന് പലരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനായി കാത്തിരിപ്പ്. അപ്പോൾ കാത്തിരിക്കുവാൻ തയ്യാറാകുക. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തുക. ഏതവസ്ഥയിലും കർത്താവിൽ വിശ്വസിക്കുക. കർത്താവിന് കഴിയും. കർത്താവിന് കഴിയാത്തൊരു കാര്യവുമില്ല. ഒപ്പം നിങ്ങൾക്ക് വേണ്ടിയല്ല, അവൻ്റെ നാമം ഉയരുവാൻ വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു. എന്നാ പ്രാർത്ഥിച്ചാലോ? സഹോദര, സഹോദരി, ആ ജോലി സ്ഥലത്തുള്ള പ്രശ്നം, നല്ലൊരു ജോലി കിട്ടാനില്ല, ഒത്തിരി ആയില്ലേ കാത്തിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വാഗ്ദത്തം ചെയ്ത് മരിച്ച് കല്ലറയിലായി നാറ്റം വച്ച ലാസറിനെ ഉയർപ്പിച്ച് അവൻ്റെ മരണം കണ്ടവർ അങ്ങിൽ വിശ്വസിക്കുവാൻ തക്കവിധം അവനെ ഉയർപ്പിച്ച് അങ്ങയുടെ നാമം ഉയർത്തിയ കർത്താവേ, ഞാൻ അങ്ങയുടെ വാഗ്ദത്തം വിശ്വസിക്കുന്നു. ഞാനായിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന്, അതേ ജോലിയില്ലായ്മ എന്ന ഈ പ്രശ്നത്തിൽ നിന്ന് വളരെ നാളുകളായി ജോലിയില്ലാതെ പലരുടെ മുമ്പിൽ കൈനീട്ടി നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുവാൻ തക്കവണ്ണം പലർക്കും മുമ്പിലും നിന്ദയായി പരിഹാസമായി ഞാനായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്, ഈ കഷ്ടതയിൽ നിന്ന് എന്നെ വിടുവിച്ച് എൻ്റെ കഷ്ടത കാണുന്നവർ അങ്ങിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ നാമം ഉയർത്തണമേ. പ്രാർത്ഥിക്ക് സഹോദര, പ്രാർത്ഥിക്ക് സഹോദരി. ജോലിയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്ന നിന്നോട് തന്നെ പ്രാർത്ഥിക്ക്. നിനക്ക് ജോലി തന്ന് കർത്താവ് അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ പോകുക. നിന്നെ അറിയുന്നവർ, അതെ നിന്നെ അറിയുന്നവർ, നീ ഇന്നായിരിക്കുന്ന സാഹചര്യം അറിയുന്നവർ, അവിടെ ജോലിയിൽ തുടർന്നു പോകുവാനുള്ള ഒരു സാധ്യതയുമില്ല. സ്ഥാപനം വലിയ പ്രശ്നത്തിലാണ്. സ്ഥാപനം അധികം മുൻപോട്ട് പോകത്തില്ല. അതെ, ഓ താങ്ക് ഗോഡ്, ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തി. നിനക്ക് വേണ്ടിയല്ല, നിന്നിലൂടെ എൻ്റെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ തക്കവണ്ണം കർത്താവ് ആ ജോലി സ്ഥലത്തെ പ്രശ്നത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരിക. അതെ, നീ ആഗ്രഹിച്ചു കടന്നുപോയത്
ആ ജോലി കൊണ്ട് തന്നെ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ കടക്കാരനായി തിരിച്ചു വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അതേ സഹോദര സഹോദരി, ജോലിയില്ലാതെ ഒത്തിരി നാളായി ആ മുറിക്കകത്ത് പലരുടെയും പരിഹാസ വാക്കുകൾ കേട്ട്, കുത്തുവാക്കുകൾ കേട്ട് പലരുടെ മുമ്പിൽ കൈനീട്ടി. സ്തോത്രം, കർത്താവ് നിനക്ക് ജോലി തരിക. ആമേൻ. ആ തടസ്സം മാറുക. ജോലിമേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല തടസ്സങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകുക. ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ജോലി സാഹചര്യങ്ങളെ എതിരാക്കി തീർക്കുന്ന ആ വ്യക്തികളോട് എൻ്റെ കർത്താവ് ഇടപെടുവാൻ പോകുക. ആമേൻ. പ്രാർത്ഥിക്കും മാതാവേ, നിന്റെ തലമുറകൾക്ക് ജോലി കിട്ടുവാൻ പോകുക. അവരുടെ കാത്തിരിപ്പിന് അറുതി ഉണ്ടാകുവാൻ പോവുക. ഇനിയും നീ അധ്വാനിച്ച് നിന്റെ തലമുറകളല്ല ആ വേദനയ്ക്ക് അറുതി വരിക. അവരിലൂടെ എൻ്റെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദരി പ്രാർത്ഥിക്കുക, നിന്റെ ഭർത്താവ് മടങ്ങി വരിക. സ്തോത്രം. നിനക്ക് വേണ്ടിയല്ല, എൻ്റെ അപ്പൻ്റെ നാമം ഉയരുവാൻ വേണ്ടി. സഹോദര പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ നാമം ഉയരുവാൻ വേണ്ടി. അനേകർ നിന്റെ തകർച്ച കണ്ട, നിന്റെ കഷ്ടത കണ്ട, നീ ഒറ്റപ്പെട്ടായിരിക്കുന്ന അവസ്ഥ കണ്ട ഒത്തിരി പേർ, നിന്നെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന ഒത്തിരി പേർ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. പ്രാർത്ഥിക്കുക. യേശുവേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വാഗ്ദത്തം ചെയ്ത് മരിച്ച് കല്ലറയായി നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ച്, അവൻ്റെ മരണം കണ്ടവർ അങ്ങിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അവനെ ഉയർപ്പിച്ച് അങ്ങയുടെ നാമം ഉയർത്തിയ കർത്താവേ, ഞാൻ അങ്ങയുടെ വാഗ്ദത്തം വിശ്വസിക്കുന്നു. അപ്പാ, എൻ്റെ ഭർത്താവ് എനിക്കൊപ്പമില്ല, എൻ്റെ ഭാര്യ എനിക്കൊപ്പമില്ല. അത് മുഖാന്തരം നിന്നെ അനുഭവിച്ച് പലരുടെയും പരിഹാസ വാക്കുകളും കുത്തുവാക്കുകളും കേട്ടു. അതേ, അവരുടെ മധ്യത്തിൽ എൻ്റെ ഭർത്താവിനെ തിരികെ വരുത്തി അങ്ങിൽ അനേകർ വിശ്വസിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ നാമം എൻ്റെ ജീവിതത്തിൽ ഉയർത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക്. നിന്റെ കുടുംബത്തെ തകർക്കുവാൻ തക്കവണ്ണം വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവും ആ പദ്ധതികളും തകർക്കപ്പെടുക. ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ കുടുംബത്തിനകത്ത് കലഹവും ഉണ്ടാക്കി വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ തകർക്കപ്പെടുക. പോയി നാറ്റം വെച്ചു, ഇനി ഒരിക്കലും തിരികെ വരത്തില്ല. സ്തോത്രം. ഇനി അവൻ തിരികെ വരത്തില്ല. ഇനി എൻ്റെ ഭർത്താവ് തിരികെ വരത്തില്ല, വരുവാൻ സമ്മതിക്കത്തില്ല. ആ കല്ല് കർത്താവ് ഉരുട്ടി മാറ്റുക. യേശുവിൻ നാമത്തിൽ നിന്റെ ഭർത്താവിനെ നിന്റെ അടുക്കലേക്ക് വരുവാൻ അനുവദിക്കാത്ത വിധത്തിൽ ഉരുട്ടി വെച്ച ആ കല്ല് ഒരുപക്ഷെ അവൻ്റെ ബന്ധുക്കളാകാം, മദ്യമാകാം, കൂട്ടുകെട്ടുകളാകാം, വ്യഭിചാരമാകാം, ലോകപ്രകാരമുള്ള ജീവിതമാകാം. പക്ഷേ അവിടെ നിന്ന് ആ കല്ലുരുട്ടി മാറ്റി എൻ്റെ കർത്താവ് നിന്റെ ഭർത്താവിനെ തിരികെ വരുത്തും. യേശുവിൻ നാമത്തിൽ ആ കല്ലുരുട്ടി മാറ്റി, സംശയം എന്ന കല്ലുരുട്ടി മാറ്റി, കലഹമെന്ന കല്ലുരുട്ടി മാറ്റി. അതേ, നിന്റെ ഭാര്യയെ എൻ്റെ കർത്താവ് തിരികെ കൊണ്ടുവരിക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വചനം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നാമം ഉയരുവാൻ തക്കവണ്ണം അവൻ്റെ നാമം നിന്നിലൂടെ ഉയരുക. നിന്നെ നിന്റെ ഭർത്താവിനെ ഒരുമിച്ച് കണ്ട്, അതേ സഹോദര, നിന്റെ ഭാര്യയ്ക്കൊപ്പം നിന്നെ കണ്ട് അനേകർ എൻ്റെ കർത്താവിനെ സ്തോത്രം സ്തുതിക്കുവാൻ പോകുക. അയ്യോ, ഇവൻ തിരിച്ചു വന്നു, ഇവൾക്ക് വീണ്ടും സന്തോഷത്തോടെ ജീവിക്കുവാൻ ഒരു അവസരം കിട്ടിയോ, എനിക്കും ഈ യേശുവിനെ വേണം. അതേ മാതാവേ, നിന്റെ മക്കളുടെ ജീവിതത്തെ കർത്താവ് പണിയുന്നത് കണ്ട്, അവൻ്റെ നാമം നിന്റെ തലമുറകളുടെ ജീവിതത്തിലൂടെ ഉയരുന്നത് കണ്ട് അനേകർ നീ അറിയുന്ന അനേകർ മധ്യത്തിലും മയക്കമരുന്നിലും തലമുറകൾ പെട്ടുപോയ അനേക മാതാപിതാക്കൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ പോകുക. നിന്നിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ പോകുക. അതേ, നിന്നിലൂടെ നിന്റെ തലമുറകളിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ പോകുക. പ്രാർത്ഥിക്കുക. യേശുവേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് വാഗ്ദത്തം ചെയ്തു മരിച്ചു കല്ലറയിലായി നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ച് അവന്റെ മരണം കണ്ടവർ അങ്ങിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അവനെ ഉയർപ്പിച്ച് അങ്ങയുടെ നാമം ഉയർത്തിയ കർത്താവേ, ഞാൻ അങ്ങയുടെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ തലമുറകളായിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരുടെ പരാജയത്തെ അങ്ങ് ജയമാക്കി, മദ്യപാന വ്യഭിചാര കൂട്ടുകെട്ടുകളെ തകർത്ത് ലോകപ്രകാരം ജീവിക്കുന്ന അവരെ അങ്ങയുടെ വഴിയിലേക്ക് തിരികെ നടത്തി അങ്ങയുടെ നാമം ഉയർത്തി. അപ്പാ, അവരുടെ തകർച്ച കണ്ട അവർ മുഖാന്തരം എന്നെ പരിഹസിക്കുന്ന, എന്നെ കളിയാക്കുന്ന, എന്നെ നിന്ദിക്കുന്ന നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവർ അങ്ങിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം അങ്ങ് പ്രവർത്തിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ആ റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. ഒത്തിരി നാളായി എഴുതുവാൻ ശ്രമിക്കുന്നു, എഴുതുന്നു, റിസൾട്ട് ഉണ്ടാകുന്നില്ല. താങ്ക് ഗോഡ്, റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ IELTS റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. ആ MOH ആ മത്സര പരീക്ഷകൾ, ആ ലൈസൻസ് ടെസ്റ്റിൽ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിക്കുമ്പോൾ ആ കോൺട്രാക്ട് റിന്യൂവൽ ചെയ്യുക. യേശുവിൻ നാമത്തിൽ ആ ഭാവി മേലുള്ള തടസ്സം മാറുക, വിവാഹബന്ധം നടക്കുക. പ്രാർത്ഥിക്കുക മാതാവേ, തടസ്സം മാറുക. നിന്നയായി മാറിയിരിക്കുന്നു, പലരും പറഞ്ഞു ചിരിക്കുന്നു. ആ ചിരിക്ക് അറുതി വരുവാൻ പോകുക. ഒത്തിരി പേർ വിശ്വസിക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്റെ മകളുടെ മകൻ്റെ വിവാഹം നടത്തുക. താങ്ക് ഗോഡ്.
ആ തടസ്സം മാറുക. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ആ രോഗത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും, നിന്നെ സൗഖ്യമാക്കും. എന്തിനു വേണ്ടിയെന്നോ? എൻ്റെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ. ഒത്തിരി പേർ രോഗിയായി, നിന്നെ കണ്ട രോഗിയായി നിന്നെ അറിയുന്ന ഒത്തിരി പേർ എൻ്റെ അപ്പനിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അവൻ കല്ലറയിലായി പിറുപിറുത്ത് പരാതി പറഞ്ഞു നിന്നവർ അവൻ പുറത്തു വന്നപ്പോൾ വിശ്വസിച്ചു. നീ രോഗിയായി അനേകർ പരിഹസിക്കുന്നു, കളിയാക്കുന്നു, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നു. അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിന്നെ സൗഖ്യമാക്കിയ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. അപ്പൻ നിന്നെ സൗഖ്യമാക്കിയ. സഹോദരി പ്രാർത്ഥിക്കുക. ആ ബാധ്യതയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവന്ന് അവൻ്റെ നാമം നിന്നിലൂടെ ഉയർത്തുകയാണ്. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? എൻ്റെ അപ്പൻ്റെ നാമം ഉയരുവാൻ വേണ്ടി കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. അതെ, നീ ആത്മഹത്യ ചെയ്ത് ഒടുങ്ങിപ്പോകുവാൻ അവൻ അനുവദിക്കത്തേയില്ല. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. നിങ്ങളുടെ വിഷയങ്ങളുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവ് നിങ്ങൾക്ക് മറുപടി തരും. അതെ, നിങ്ങൾക്ക് വേണ്ടിയല്ല, അവൻ്റെ നാമം ഉയരുന്നതിന് വേണ്ടി. അപ്പോൾ മെസ്സേജ് അല്ല, പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് പ്രാർത്ഥന ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരസ്പരം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥനാ മനുഷ്യരായി മാറാമെന്നേ. പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ നാമം നമ്മിലൂടെ ഉയരപ്പെടുന്ന ഒരു അനുഭവം. അത് എത്ര വലിയ സന്തോഷമല്ലേ. ലാസർ, യേശു ഉയർപ്പിച്ച ലാസർ, അതാ നിങ്ങളെക്കുറിച്ച് അങ്ങനെ മറ്റുള്ളവർ പറയണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. യേശുവിൻ്റെ നാമം നമ്മിലൂടെ ഉയരണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാപിക്കുന്ന ഓരോ വിടുതലുകളിലൂടെയും യേശുവിൻ്റെ നാമം ഉയരണം. ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. അതുപോലെ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ സഭാരാധനയുടെ ലൈവ് സ്ട്രീം 10:30 മുതൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുവാനായിട്ട് കഴിയും. പങ്കെടുക്കുക. അതുപോലെ നിങ്ങൾക്ക് വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്ന, പ്രാർത്ഥിച്ച് പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കൂട്ടായ്മ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. നമുക്കൊരുമിച്ച് ഒരു കുടുംബമായി കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അവൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം അവൻ്റെ സന്നിധിയിൽ താഴ്ത്താം. കടന്നു വരിക. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹ പ്രശാന്തമായിരിക്കുന്ന നല്ല സമയം. അപ്പാ, അങ്ങയുടെ നാമം ഉയരുവാൻ തക്കവണ്ണം മരിച്ചു കല്ലറയിലായ ലാസറിനെ, നാറ്റം വെച്ച ലാസറിനെ അങ്ങ് പുറത്തു കൊണ്ടുവന്നു ഒത്തിരി പേർ അങ്ങിൽ വിശ്വസിക്കുന്ന ആ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന ഒത്തിരി പേർ, അടിയനൊപ്പമായിരിക്കുന്ന ഒത്തിരി പേർ നഷ്ടപ്പെട്ട പലതിനെയും കുറിച്ചോർത്ത് വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്നു. അപ്പാ, ആ വേദനയ്ക്ക് കണ്ണുനീരിനും അറുതി വരട്ടെ. അവരിലൂടെ അങ്ങയുടെ നാമം ഉയരട്ടെ. ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുപ്പാ, അങ്ങയുടെ നാമം അവരുടെ തൊഴിൽ മുഖാന്തരം ഉയരട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുക. യേശുപ്പാ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഉപജീവന മേഖലകൾ തുറന്നു കിട്ടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ജോലി തടസ്സങ്ങൾ മാറട്ടെ. ജോലി മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുപ്പാ, തലമുറകളെ അനുഗ്രഹിക്കണം. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഉപരിവിടുന്ന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വിരോധമായി വാദിച്ചു വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. താങ്ക് ഗോഡ്. ആമേൻ, ആമേൻ. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ലൈസൻസുകൾ റിന്യൂ ചെയ്ത് കിട്ടട്ടെ. കോൺട്രാക്റ്റുകൾ റിന്യൂ ചെയ്ത് കിട്ടട്ടെ. വിദേശത്തും സ്വദേശത്തും പല പല ജോലികൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികൾ തുറക്കപ്പെടട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. പരീക്ഷകൾ എഴുതുവാൻ കഴിയാതെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പരീക്ഷാ ഫീസുകൾ അടയ്ക്കുവാൻ കഴിയാതെ വഴി തുറക്കപ്പെടട്ടെ. എല്ലാ ഇല്ലായ്മകൾ മാറട്ടെ. കടഭാരം മാറട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. നന്മയുടെ അവകാശങ്ങളെ കവർന്നു വയ്ക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ. സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ. കള്ളക്കേസുകളിൽ നിന്ന് ചിലർ പുറത്തു വരട്ടെ. സ്വദേശത്തും വിദേശത്തും കള്ളക്കേസുകളിൽ പെട്ടായിരിക്കുന്നവർ പുറത്തു വരട്ടെ. ആമേൻ. രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. അങ്ങയുടെ നാമം ഉയരുവാൻ തക്കവണ്ണം ഇവരെ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ രോഗികൾ പ്രാർത്ഥിച്ചാട്ടെ. രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ സൗഖ്യം. താങ്ക് ഗോഡ്. കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. അപ്പാ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ തിരികെ വരട്ടെ. ഭർത്താവ് തിരികെ വരട്ടെ.
യേശുവിൻ നാമത്തിൽ കുടുംബജീവിതത്തിന് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും വഴിയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതിലൂടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. കുടുംബങ്ങൾക്കകത്ത് സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം, ആ വസ്തു വിൽപ്പന നടക്കട്ടെ. അതിന് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും അഴിഞ്ഞു മാറട്ടെ. വിൽക്കുവാൻ അനുവദിക്കാതെ വില കുറച്ച് വാങ്ങുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കി ആയിരിക്കുന്നവർ വിൽപ്പനകൾ നടക്കട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. അഡ്വാൻസ് കൊടുത്ത് വാങ്ങുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ വാങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. വാഹനങ്ങൾ വാങ്ങട്ടെ. വലുതും ചെറുതുമായ കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമമഹത്വത്തിനായി ഇന്ന് അങ്ങ് ഇവരിൽ പ്രവർത്തിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പം മറക്കാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുസരിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.